നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ ഈ തോന്നിവാസം കാണിക്കുന്നത്? അയ്യോ, തോന്നിവാസല്ല, വിജയാഘോഷം. ചേച്ചിയുടെ മഹാനായ അനിയനെ കേസിൽ ഞാൻ തോൽപ്പിച്ചില്ലേ, അതിന്റെ ആഘോഷം. ജാമ്യം കിട്ടിയതിനാണോ നീ കിടന്ന് തുള്ളുന്നത്? എടീ, കേസ് ജയിക്കണമെങ്കിൽ ഇനി എന്തൊക്കെ കഴിയണം? ഈ കേസിന്റെ ഈ ജയം എന്റെ ഒരു തുടക്കം. അങ്ങനെ ചന്ദ്രയല്ലല്ലോ, വിഷ്ണുവല്ലേ ജാമ്യം വാങ്ങിക്കൊടുത്തത്. ചന്ദ്ര കൊള്ളാഞ്ഞിട്ടല്ലേ അവര് വേറെ വക്കീലിനെ വെച്ചത്. വിഷ്ണു വിജയിച്ചാലും ഞാൻ ജയിച്ചാലും ഒരുപോലെ തന്നെ. അതെനിക്കും തോന്നിയിട്ടുണ്ട്. ഉണ്ടല്ലോ. ആ, എനിക്ക് കരുതിയിരുന്നു. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത സൂപ്പർ ലോയർ എന്ന പദവി ഇനി അധികാലം ഉണ്ടാവില്ല. വൈകാതെ എന്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും സിദ്ധോട്ടൻ. ഇതിനൊന്നും ഞാൻ മറുപടി പറയാൻ നിൽക്കുന്നില്ല. നീ മറുപടി അർഹിക്കുന്നുമില്ല. ഇവിടെ മുഴുവൻ വൃത്തിയേടാക്കി. മര്യാദയ്ക്ക് ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടാണ് കേട്ടടി. എന്റെ ചേച്ചി, പടക്കം കത്തിച്ചത് ഇവിടെയാണെങ്കിലും പൊട്ടിയതേ ചിലരുടെയൊക്കെ നെഞ്ചിനകത്ത്. ആ, മുറ്റൊക്കെ ഞാൻ തൂത്ത് വൃത്തിയാക്കാം, മനസ്സ് വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ. അതിന് അവര് തന്നെ വിചാരിക്കേണ്ടി വരും. മതിയടി അഹങ്കരിച്ചത്. ഒരു തവണ നിയമത്തിന്റെ സാങ്കേതികത്വം ഉപയോഗിച്ച് നിനക്ക് നിന്റെ കക്ഷിക്ക് ജാമ്യം മേടിച്ചു കൊടുക്കാൻ പറ്റി. ട്രയൽ വരട്ടെ, അപ്പോഴും ഇതേ മിടുക്ക് നീ കാണിക്കണം. സിദ്ധേട്ടാ, ഇത്രയും കാലം എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഇപ്പൊ ഒരാളായി. സിദ്ധേട്ടനെക്കാളും കഴിവുള്ള കരുത്തനായ ഒരാൾ. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചുപയോഗിക്കണം. ചിലപ്പോ അത് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. അച്ഛനൊന്ന് വരാവോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ വെച്ച് പറഞ്ഞോ? എല്ലാവരുടെ മുൻപിൽ വെച്ച് വേണ്ട, പേഴ്സണല്. ശരി, ഞാൻ വരാം. ഞാനും കൂടെ പോവാം. അവളെ വിശ്വസിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ മടിയില്ലാത്തവളാ. നോക്കട്ടെ. അച്ഛനിത് വാങ്ങണം. എന്താ ഇത്? എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഫീസ്. ഇതെന്തിനാ എനിക്കിരുന്നത്? അയ്യോ, വാങ്ങല്ലേ അച്ഛാ. ഇവിടെ കൈനങ്ങണ വാങ്ങിയല്ലേ ശാപം കിട്ടും. ഒരു പാവം സ്ത്രീയുടെ താലിമാല വിറ്റ് കാശായത്. ഇത് വാങ്ങുന്നവരാരും ഗതി പിടിക്കില്ല. ആണോ മോളെ? ഇവള് പറഞ്ഞതാണോ ശരി? എനിക്കറിയില്ല അച്ഛാ. എന്തിനാടീ ഇങ്ങനെ നുണ പറയുന്നത്? പാർവതി സ്വന്തം താലിമാല വിറ്റിട്ടല്ലേ നിനക്ക് ഫീസ് തന്നത്? ഓ, അപ്പോഴേക്കും ഇവരിവിടെ എത്തിയോ? ആ, എന്താ എത്തിയല്ലേ? നീ എന്ത് തോന്നിവാസം കാണിച്ചാലും അപ്പ ഞാൻ ഇവിടെ അറിയും. ഞാൻ എന്ത് കാണിച്ചു? കേസ് നടത്താൻ ഫീസ് ചോദിക്കണ്ടേ? നിങ്ങളുടെ അനിയൻ ചോദിക്കാറുണ്ടല്ലോ. ആ, അതങ്ങനെയുള്ളവരോട്. അവനെ ഒരിക്കലും ആരുടെയും കെട്ടുതാലി പറിച്ചെടുക്കാറില്ല. അത്ര ക്രൂരനല്ല എന്റെ അനുജൻ. ഞാൻ അങ്ങനെയാ. അതിനിപ്പോ നിങ്ങൾക്കെന്താ? അത് ശരിയല്ലല്ലോ മോളെ. ഈ കാശ് എത്രയും വേഗം അവർക്ക് തിരിച്ചു കൊടുക്കണം. അച്ഛൻ എന്ത് വിഡിത്തായി പറയുന്നേ? ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു കേസിന് ഞാൻ ശരത്തിനെ ജാമ്യം എടുത്ത് പുറത്തിറക്കിയത്. ഇതൊന്നും തന്നാ പോരാ അവര്. ഇത്തവണയും കൂടി ജാമ്യം നിഷേധിച്ചിരുന്നെങ്കിൽ ഹൈക്കോടതിയിൽ പോയേണ്ടി വന്നേനെ. അതിന് എത്ര രൂപ ചെലവാവുമെന്ന്? അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അവരുടെ അവസ്ഥ കൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ? താലി വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിനക്കെങ്ങനെ മനസ്സ് വന്നു മോളെ ഈ കാശ് വാങ്ങാൻ? ഞാൻ കഷ്ടപ്പെട്ട് ജോലി എടുത്ത എന്റെ കൂലിയത്.
ഇത് ഞാൻ തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല അച്ഛാ. ഇതെനിക്ക് വേണം. ഇത് ഞാൻ എടുക്കും. നീ എടുത്തോ, പക്ഷെ എനിക്ക് വേണ്ട. ഈ വീട്ടിൽ ആർക്കും വേണ്ട. ശാപം കിട്ടിയ കാശായത്. അതാരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർ ഒരിക്കലും രക്ഷപ്പെടില്ല.